കാളിയേലയിലെ ഈ പരിചിതമായ നിഷ്കളങ്കരായ മനുഷ്യർക്കിടയിൽ നമുക്ക് ഒന്നാമത് പറയാനെന്നുള്ളത് എന്താ? അന്ന് നബിമാര് പറഞ്ഞതാണ്, യാ ഖൗമി ഉബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലാഹുവല്ലാതെ നിങ്ങൾക്കൊരാരാധനില്ല. ആരാധനകൾ മുഴുവൻ അല്ലാഹ്ക്ക് കൊടുക്കണം. നേർച്ച വഴിപാടുകൾ അല്ലാഹ്ക്ക് മാത്രം. ബലിയർപ്പിക്കേണ്ടത് അല്ലാഹുവിന്റെ പേരിലായിരിക്കണം. നമ്മുടെ നമസ്കാരം, നോമ്പ്, എല്ലാ ഇബാദത്തുകളും പ്രാർത്ഥനകളും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ തരണം ചെയ്തത് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ്. മറ്റൊരു നബിനോട് ആരും പ്രാർത്ഥിച്ചിട്ടില്ല. മറ്റൊരു മഹാന്റെ അക്ജാഹ് ബർക്കത്തിലേക്ക് പോയിട്ടില്ല. ഖുർആനിൽ ആ നൂറുകണക്കിന് പ്രാർത്ഥന പഠിപ്പിച്ച ഖുർആനിൽ ഒരിടത്ത് പോലും അല്ലാഹു വല്ലാത്തവരോടൊരു ദുആ പഠിപ്പിച്ചില്ല. ആദം നബി പഠിപ്പിച്ചത് റബ്ബനാ വലംനാ അൻഫുസനാ. യൂനുസ് നബി പ്രാർത്ഥിച്ചത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അയ്യൂബ് നബി രോഗം ബാധിച്ചപ്പോൾ അയ്യൂബ ഇദ്നാദാ റബ്ബ അന്നീ മസ്സനിയൽ ളുർ. യാക്കൂബ് നബിന്റെ പ്രിയപ്പെട്ട മക്കളെ കാണാതെ വിഷമിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് ഇന്നമാ അഷ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാണ് മടക്കിയത്. അവസാനത്തെ നബിയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബീ വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒരാളോടും പങ്കു ചേർക്കൂല. ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. ബദരീങ്ങൾ അവരുടെ ആ പ്രതിസന്ധിയിൽ റമദാൻ 17 അന്ന് പോരാട്ട ഭൂമിയിൽ പട്ടിണി കിടന്ന് അവര് പ്രാർത്ഥിക്കുന്നത് ആരോടാ? റബ്ബിനോടാണ്. നമ്മൾ എന്തിനാ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നത്? CM മടവൂര് മനുഷ്യനായിരുന്നു, 35 കൊല്ലം മുമ്പാ മരിച്ചത്. അദ്ദേഹത്തിന് പ്രയാസങ്ങൾ മാറ്റിത്തരാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ അവസ്ഥകൾ വിശദീകരിച്ച പുസ്തകങ്ങൾ പറയുന്നു. നമസ്കരിക്കാറില്ലായിരുന്നു, നോമ്പെടുക്കാറില്ലായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു, പള്ളിയിൽ ജമാഅത്തിന് പോകാറില്ല, ജുമാക്ക് പങ്കെടുക്കാറില്ല. ഈ മനുഷ്യൻ എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുന്നത്?